സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. അധ്യായം 2. ഈ പുസ്തകം എഴുതുന്നതിനുള്ള ഉദ്ദേശം. ഈ ഉദ്യമത്തിനുള്ള അപര്യാപ്തതയും ധൈര്യവും. ചൂടുപിടിച്ച വാഗ്വാദം. ഹേമന്ത് പാന്ത് എന്ന വേദാന്തപരവും സുപ്രധാനവുമായ നാമകരണം. ഒരു ഗുരുവിന്റെ ആവശ്യകത. കഴിഞ്ഞ അധ്യായത്തിൽ ഗ്രന്ഥകാരൻ മറാത്തിയിൽ എഴുതിയ മൂലഗ്രന്ഥത്തിൽ ഈ പുസ്തകം എഴുതുവാനുള്ള സാഹചര്യങ്ങളെയും അത് വായിക്കാൻ അർഹതപ്പെട്ടവരെ പറ്റിയും മറ്റും പ്രസ്താവിക്കാമെന്ന് പറഞ്ഞതിനെ ഈ അധ്യായത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. ഈ പുസ്തകം എഴുതുന്നതിന്റെ ഉദ്ദേശം. 1-ാം അധ്യായത്തിൽ സായിബാബ ഗോതമ്പ് പൊടി ഗ്രാമാതിർത്തിക്ക് പുറത്ത് വിതറി കോളറ നിയന്ത്രിച്ച അതിശയ ലീലകളെ പറ്റി പ്രസ്താവിച്ചുവല്ലോ. പിന്നീട് അനവധി അതിശയ ലീലകളെ പറ്റി കേൾക്കാൻ ഇടവന്ന എനിക്കുണ്ടായ ആനന്ദധാര ഒഴുകിയതാണ് ഈ കാവ്യം. സായിബാബയുടെ അതിശയ ലീലകൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ഭക്തന്മാർക്ക് ആനന്ദകരവും ഉപദേശപരവും ആയിരിക്കുമെന്നും അതവരുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും ഉദ്ദേശിച്ചാണ് സായിബാബയുടെ ജീവിതത്തെ പറ്റിയും ഉപദേശങ്ങളെ പറ്റിയും ഞാൻ പ്രതിപാദിക്കുന്നത്. ഒരു ഋഷിയുടെ ജീവിതം വിവാദപരവും സാധാരണക്കാരന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണ്. അത് നമുക്ക് സത്യത്തിന്റെയും മഹാത്മ്യത്തിന്റെയും വഴി കാണിച്ചു തരുന്നു. ഈ ഉദ്യമത്തിനുള്ള അപര്യാപ്തതയും ധൈര്യവും. ഹേമന്ത് പാന്തിന് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതാൻ പറ്റിയ ഒരാളല്ല താൻ എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ജീവിതത്തെ പോലും എനിക്കറിയില്ല, എന്റെ സ്വന്തം മനസ്സിനെ പോലും എനിക്കറിയില്ല. എന്നിരിക്കെ ഒരു ഋഷിയുടെ ജീവിതത്തെ പറ്റി എഴുതാനും വേദങ്ങളാൽ പോലും കഴിയാത്ത അവതാര മഹാത്മ്യത്തെ പറ്റി വിവരിക്കാനും എനിക്കെങ്ങനെ കഴിയും? മറ്റൊരു ഋഷിയെ അറിയുന്നവൻ തന്നെത്താൻ ഒരു ഋഷി ആയിരിക്കണം. എന്നിരിക്കെ അവരുടെ മഹാത്മ്യത്തെ പറ്റി ഞാൻ എങ്ങനെ വിവരിക്കും? ഒരു ഋഷിയുടെ ജീവിതത്തെ പറ്റി വിവരിക്കുക ഏറ്റവും ശ്രമകരമാണ്. അത് 7 കടലിലെ വെള്ളം അളക്കുന്നതിനും ആകാശം തുണികൊണ്ട് മൂടുന്നതിനും സമമാണ്. അത് എന്നെ ആൾക്കാരെ കൊണ്ട് പരിഹസിപ്പിക്കലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാരണത്താൽ സായിബാബയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയിലെ സുപ്രധാനനായ കവിയും ഋഷിയുമായ ശ്രീ ജ്ഞാനേശ്വർ മഹാരാജ് ഒരിക്കൽ പറയുകയുണ്ടായി, ഋഷിയുടെ ജീവിതത്തെ പറ്റി എഴുതുന്നവരെ ദൈവം പ്രേമിക്കുന്നു എന്ന്. ഋഷിമാർക്കും ഭക്തന്മാരുടെ ആശയ്ക്കനുസരിച്ച് അത്തരം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കൊടുത്ത് അവരുടെ സേവനം സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ്. ഋഷിമാർ പ്രചോദനം കൊടുക്കുന്നതോടുകൂടി ഭക്തൻ ഒരു പണിയായുധവും ഉപാധിയുമായി മാറി അത്തരം പ്രവർത്തികൾ വിജയത്തിൽ കലാശിക്കുന്നു. ഉദാഹരണമായി ശകവർഷം 1700-ാം ആണ്ടിൽ മഹീപതി എന്ന കവി ഋഷിമാരുടെ ജീവചരിത്രത്തെ എഴുതാൻ ആഗ്രഹിച്ചു. ഋഷിമാർ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്ത് ആ പ്രവൃത്തി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ശകവർഷം 1800-ാം ആണ്ടിൽ ദാസ്ഗനുവിന്റെ സേവനങ്ങളെ സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ 4 പുസ്തകങ്ങളാണ് ഭക്തി വിജയം, സന്ത വിജയം, ഭക്തലീലാമൃത്, സന്ത കലാമൃത് എന്നിവ. ഇവയിൽ ആധുനിക ഋഷിമാരുടെ ജീവചരിത്രങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഭക്തലീലാമൃതത്തിന്റെ 31, 32, 33 അധ്യായങ്ങളിലും സന്ത കഥാമൃതത്തിന്റെ 57-ാം അധ്യായത്തിലും സായിബാബയുടെ മാധുര്യമാർന്ന ജീവിത രീതിയും സന്ദേശങ്ങളും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവ സായി ലീല മാസികയിൽ 17-ാം വോള്യം 11, 12 പതിപ്പുകളിൽ പ്രത്യേകമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വായനക്കാരോട് ഈ അധ്യായങ്ങൾ വായിക്കാൻ നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം തന്നെ സായിബാബയുടെ അത്ഭുത ലീലകൾ ശ്രീ സായിനാഥ് ഭജനമാല എന്നൊരു ചെറിയ പുസ്തകത്തിൽ ബന്ദ്രക്കാരിയായ ശ്രീമതി സാവിത്രിഭായ് രഘുനാഥ് ടെണ്ടുൽക്കർ എഴുതിയിട്ടുണ്ട്. ദാസ്ഗനു മഹാരാജും സായിബാബയെ പറ്റി മധുരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഗുജറാത്തിയിൽ ആമിദാസ് ഭവാനി മേത്ത എന്ന ഭക്തനും സായിബാബയുടെ കഥകൾ എഴുതിയിട്ടുണ്ട്. സായിനാഥ് പ്രഭ എന്ന ഷിർദിയിലെ ദക്ഷിണ ഭിക്ഷാ സംസ്ഥ വക മാസികയിലെ ഏതാനും പതിപ്പുകളിലും ഈ കഥകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ചോദ്യം ചോദിക്കാനിടയുണ്ട്. ഇത്രയധികം സായി കഥകൾ എഴുതിയിരിക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു സച്ചരിതത്തിന്റെ ആവശ്യമെന്ന്? അതിന് ഋജുവും ലളിതവുമായ ഉത്തരമുണ്ട്. സായിബാബയുടെ ജീവചരിത്രം അനന്തമായ സമുദ്രത്തിന് സമമാണ്. അതിൽ മുങ്ങിത്തപ്പുന്ന ഏതൊരാൾക്കും വിലപിടിച്ച രത്നങ്ങളാകുന്ന ജ്ഞാനവും ഭക്തിയും ലഭിക്കും.
അവയെ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സായിബാബയുടെ സന്ദേശങ്ങളും കഥകളും ഉദാഹരണങ്ങളും മാസ്മരിക ശക്തിയുള്ളവയാണ്. അത് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. അതോടുകൂടി തന്നെ ലൗകികത്തിന്റെ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും ഭാരങ്ങളും മറക്കാനും വിജ്ഞാനവും ബുദ്ധിയും പകർന്നുകൊടുത്ത് ആധ്യാത്മികത്വത്തിലേക്ക് നയിക്കുവാനും അവ സഹായിക്കുന്നു. വേദതുല്യമായ ബാബയുടെ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ശ്രദ്ധിച്ച് മനനം ചെയ്യുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും, അതായത് ബ്രഹ്മങ്കലുള്ള ഐക്യവും അഷ്ടവിധ യോഗസിദ്ധിയും ധ്യാനശക്തി മുതലായതുകളും ലഭിക്കുന്നു. അക്കാരണത്താൽ ഈ സൽക്കഥകളെ സംഭരിച്ച് സമാഹാരമാക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് എന്റെ ജീവിതത്തിന്റെ ഉപാസനയും. സായിബാബയുടെ ദർശനത്താൽ അനുഗ്രഹീതരാവാൻ ഭാഗ്യം ലഭിക്കാത്ത ശുദ്ധഹൃദയന്മാർക്ക് ഈ സമാഹാരം ആനന്ദപ്രദമാകട്ടെ. അക്കാരണത്താൽ സായിബാബയുടെ സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും സീമാതീതമായ ആത്മജ്ഞാന കഥകളും ഞാൻ സംഭരിക്കുവാൻ തുടങ്ങി. ഇതിന് എനിക്ക് പ്രചോദനം തന്നതും സായിബാബ തന്നെയാണ്. ഞാൻ എന്റെ അഹങ്കാരത്തെ ബാബയുടെ പാദത്തിങ്കൽ വെച്ച് എന്റെ മാർഗം ശുദ്ധമാണെന്ന് സങ്കല്പിച്ച് ഇഹത്തിലും പരത്തിലും എന്റെ മാർഗം ആനന്ദത്തിൻ്റെതാക്കുമെന്നു തീരുമാനിച്ചു. സായിബാബയോട് ഈ പുസ്തകം എഴുതാൻ എനിക്ക് നേരിട്ട് അനുവാദം ചോദിപ്പാൻ കഴിയാത്തതുകൊണ്ട് മാധവറാവു ദേശ്പാണ്ഡെ എന്നറിയപ്പെടുന്ന ബാബയുടെ അടുത്ത ഭക്തനായ ശ്യാമ എനിക്ക് വേണ്ടി ഇപ്രകാരം ഉണർത്തിച്ചു. ഈ അന്നാ സാഹിബിന് അവിടുത്തെ ജീവചരിത്രം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുന്ന് ഒരു ഭിക്ഷാന്തേഹിയായ ഫക്കീറാണെന്നും ജീവചരിത്രം എഴുതേണ്ടതില്ലെന്നും തടസ്സം പറയരുത്. അവിടുന്ന് അനുവദിച്ച് സഹായിച്ചാൽ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അയാൾ പുസ്തകം എഴുതി തീർക്കും. അവിടുത്തെ അനുഗ്രഹമില്ലാതെ ഒന്നും വിജയപ്രദമാവുന്നില്ല. ഇത് കേട്ടപ്പോൾ സായിബാബ സന്തുഷ്ടനായി എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ഉതി തന്ന് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇപ്രകാരം പറഞ്ഞു: അയാൾ കുറെ കഥകളും അനുഭവങ്ങളും സംഭരിക്കട്ടെ, അതിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാക്കട്ടെ, ഞാൻ സഹായിച്ചു കൊള്ളാം. അയാൾ വെറുമൊരു ബാഹ്യോപകരണം മാത്രമാണ്. അയാളിൽ കൂടി ഞാൻ തന്നെ എന്റെ ജീവചരിത്രം എഴുതി ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊള്ളാം. അയാളുടെ അഹങ്കാരം മുഴുവൻ ഉപേക്ഷിച്ച് എന്റെ കാൽക്കൽ വെക്കട്ടെ. യാതൊരുത്തൻ അപ്രകാരം ചെയ്യുന്നുവോ അയാളെ ഞാൻ ഏറ്റവും സഹായിക്കും. എന്റെ ജീവചരിത്രത്തെ പറ്റിയല്ലേ? അയാളുടെ സ്വന്തം വീട്ടിൽ വെച്ച് ഞാൻ എന്നാലാകുന്ന എല്ലാ സേവനങ്ങളും ചെയ്തുകൊള്ളാം. അയാളിലുള്ള അഹങ്കാരം പരിപൂർണമായും അവസാനിച്ചാൽ, അതായത് അതിന്റെ നിഴൽ പോലും മാഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ അയാളിൽ അധിനിവേശം ചെയ്ത് എന്റെ ജീവചരിത്രം എഴുതിക്കൊള്ളാം. എന്റെ കഥകളും സന്ദേശങ്ങളും കേൾക്കുന്നവർക്ക് ഭക്തി താനേ ജനിച്ച് ആത്മജ്ഞാനവും ആനന്ദവും ലഭിക്കും. ഒരാളുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. മറ്റൊരാളുടെ അഭിപ്രായഗതിയെ എതിർക്കാനും പാടില്ല. ഒരു വിഷയത്തിന്റെയും സ്വീകാര്യതയെ പറ്റിയും അസ്വീകാര്യതയെ പറ്റിയും ചർച്ച ചെയ്യാനും പാടില്ല. ഇതാണ് ബാബ പറഞ്ഞ മറുപടി. ചർച്ച എന്ന പദം ഹേമന്ത് പാന്ത് എന്ന സ്ഥാനപ്പേര് എനിക്ക് എങ്ങനെ കിട്ടി എന്ന് ഞാൻ പറയാമെന്ന് വായനക്കാരോട് ചെയ്ത വാഗ്ദത്തത്തെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. കാക്കാ സാഹേബ് ദീക്ഷിതും നാനാ സാഹേബ് ചന്ദോർക്കറും എന്റെ അടുത്ത മിത്രങ്ങളായിരുന്നു. അവരെന്നോട് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്യാൻ നിർബന്ധിക്കുകയും ഞാൻ അപ്രകാരം ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇടക്കാലത്തുണ്ടായ തിരച്ചിലുകളെ കൊണ്ട് എനിക്ക് ഷിർദിക്ക് പോവാൻ കഴിഞ്ഞില്ല. ലോനവാലയിൽ ഉള്ള എന്റെ ഒരു സ്നേഹിതന്റെ മകൻ രോഗബാധിതനായി. അയാളെ കൊണ്ടാവുന്നതെല്ലാം പരിശ്രമിച്ചിട്ടും പനി വിട്ടുമാറിയില്ല. അയാളുടെ ഗുരുവെ മകന്റെ കിടക്കയ്ക്കരികിൽ ഇരുത്തി നോക്കി, എന്നിട്ടും കാര്യമുണ്ടായില്ല. ഇത് കേട്ട് ഞാൻ ആലോചിച്ചു, എന്താണ് ഗുരുവിനെ കൊണ്ടൊരു പ്രയോജനം? അയാൾക്ക് എന്റെ സുഹൃത്തിന്റെ മകനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗുരുവിനെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഷിർദിക്ക് പോകുന്നത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ എന്റെ ഷിർദി യാത്ര നീട്ടിവെച്ചു. പക്ഷെ സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ. അത് എന്റെ കാര്യത്തിൽ ഇപ്രകാരമാണ് ഉണ്ടായത്. പ്രാന്ത് ഓഫീസർ ആയിരുന്ന നാനാ സാഹേബ് ചന്ദോർക്കർ ബസീനിലേക്ക് ടൂർ പോവുകയായിരുന്നു. താനെയിൽ നിന്നും ദാദറിലെത്തി. അയാൾ ബസീനിലേക്കുള്ള വണ്ടിയും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ബാന്ദ്രയിലേക്കുള്ള ലോക്കൽ വണ്ടി വന്നു. അങ്ങനെ അയാൾ ബാന്ദ്രയിലെത്തി. എന്നെ വിളിപ്പിച്ചു. ഷിർദിയിൽ പോകാത്തതിനെ പറ്റി ശാസിച്ചു. ഞാൻ ഷിർദിക്ക് പോകണമെന്ന നാനയുടെ വാദഗതി ആനന്ദകരമായതും
എന്നെ ബോധ്യപ്പെടുത്തുന്നതുമായതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ ഷിർദിക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ ലഗേജും എടുത്ത് ഷിർദിക്ക് പുറപ്പെട്ടു. ദാദറിൽ വെച്ച് മൻമാഡിലേക്ക് വണ്ടി കയറാമെന്ന് കരുതി ദാദറിലേക്ക് ബുക്ക് ചെയ്ത് ഞാൻ വണ്ടിയിൽ കയറി. വണ്ടി പുറപ്പെടാറായപ്പോൾ തിരക്കിട്ട് ഒരു മുഹമ്മദിയൻ എന്റെ കമ്പാർട്ട്മെന്റിൽ കയറി. എന്റെ സാധനങ്ങളെല്ലാം കണ്ട് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ദാദറിലേക്ക് പോകേണ്ടെന്നും മൻമാഡ് മെയിൻ ദാദറിൽ നിൽക്കില്ലെന്നും ഞാൻ ബോറി ബന്ദറിൽ ഇറങ്ങിയാൽ മതിയെന്നും നിർദ്ദേശിച്ചു. ഈ ചെറിയ അത്ഭുത ലീല സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ പിറ്റേന്ന് ഞാൻ ഷിർദിയിലേക്ക് എത്തുകയില്ലെന്നു മാത്രമല്ല എന്റെ സംശയങ്ങൾ തന്നെ വർദ്ധിക്കുമായിരുന്നു. പക്ഷേ അതങ്ങനെയാവാൻ പാടില്ല. ഭാഗ്യം എന്റെ ഭാഗത്തായിരുന്നതുകൊണ്ട് പിറ്റേന്ന് രാവിലെ 9-നും 10-നും ഇടയ്ക്ക് ഞാൻ ഷിർദിയിലെത്തി. ബാപ്പു സാഹേബ്, അതായത് കാക്ക ദീക്ഷിത്, അവിടെ കാത്തു നിന്നിരുന്നു. ഇത് 1910-ൽ ആയിരുന്നതുകൊണ്ട് അവിടെ ഭക്തന്മാർക്ക് താമസിക്കാൻ സദയുടെ വാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുതിരവണ്ടിയിൽ നിന്നിറങ്ങിയതോടുകൂടി ബാബാ ദർശനത്തിന് എനിക്ക് ഔത്സുക്യം വർദ്ധിക്കുകയും ഉടനെ തന്നെ മഹാഭക്തനായ താത്യ സാഹിബ് നൂൽക്കാർ മസ്ജിദിൽ നിന്ന് മടങ്ങി വരും വഴി ഞങ്ങളെ കാണുകയും ഞങ്ങളോട് സായിബാബ സത്രത്തിന്റെ മൂലയ്ക്കൽ നിൽക്കുന്നുണ്ടെന്നും ഉടനെ പ്രാരംഭമായി ദർശനം കഴിക്കാമെന്നും പിന്നീട് സ്നാനത്തിന് ശേഷം സൗകര്യമായി ബാബയെ കാണാമെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ ഞാൻ ഓടിച്ചെന്ന് ബാബയെ നമസ്കരിച്ചു. എന്റെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. നാനാ ചന്ദോർക്കർ പറഞ്ഞു തന്നതിലും എത്രയോ ഉപരിയാണ് ഞാൻ കണ്ടത്. എന്റെ എല്ലാ ബോധനോപാധികളും ആ ദർശനമാത്രയിൽ സംതൃപ്തമായി. ഞാൻ വിശപ്പും ദാഹവും വിസ്മരിച്ചു. ബാബയുടെ പാദസ്പർശനം ചെയ്ത മാത്രയിൽ ഞാൻ എന്റെ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിച്ചു. ഈ ദർശനത്തിന് എനിക്ക് വഴിവെച്ചും ത്വരിതപ്പെടുത്തിയും തന്ന എല്ലാവരോടും ഞാൻ കടപ്പാടുള്ളവനാണ്. അവരെന്റെ യഥാർത്ഥ ബന്ധുക്കളാണ്. അവരോടുള്ള കടപ്പാട് എനിക്ക് തീർത്താൽ തീരാത്തതാണ്. ഞാൻ അവരെ സ്മരിച്ച് മനസ്സാ നമിക്കുന്നു. സായി ദർശനത്തിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായിടത്തോളം ദർശനമാത്രയിൽ തന്നെ ചിന്താഗതികൾ അപ്പാടെ മാറ്റുന്നുവെന്നു മാത്രമല്ല, മുമ്പ് ചെയ്ത കൃത്യങ്ങളുടെ ശക്തി നിശേഷം നിർമാർജനം ചെയ്ത് പ്രകൃത്യ ക്രമേണ ലൗകികത്തോട് നിസ്സംഗത്വവും നിർവികാരത്വവും വളർത്തി എടുക്കുന്നുവെന്നതുമാണ്. ജന്മങ്ങളിലെ സൽക്കർമ്മം കൊണ്ട് മാത്രമാണ് ഈ ദർശനത്തിന് സാധ്യമാവുന്നത്. സായിബാബയെ ദർശിക്കൽ ഒന്നുകൊണ്ട് മാത്രം മുഴുവൻ പ്രപഞ്ചവും സായി രൂപമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ചുട്ടവാഗ്വാദം. ഞാൻ ആദ്യമായി ഷിർദിയിൽ എത്തുന്ന അന്ന് തന്നെ ഞാനും ബാലാസാഹേബ് ഭാട്ടയുമായി ഒരു ഗുരുവിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു വാഗ്വാദമുണ്ടായി. ഞാൻ വാദിച്ചത്, നാം എന്തിന് നമ്മുടെ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വഴങ്ങുന്നു? നമുക്ക് നമ്മുടെ പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കെ ഒരു ഗുരുവിന്റെ ആവശ്യം എന്താണ്? തന്നെത്താൻ പരിശ്രമിച്ച് രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും ചെയ്യാതെ ഉറങ്ങി സമയം കളയുന്ന ഒരാളെ ഗുരുവിന് എന്തു ചെയ്യാൻ കഴിയും? ഇങ്ങനെ സ്വതന്ത്ര മാർഗത്തെക്കുറിച്ച് ഞാനും മിസ്റ്റർ ഭാട്ടെ മറിച്ച് വിധിയെക്കുറിച്ച് ഇപ്രകാരം വാദിച്ചു. സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ. മഹത്തുക്കൾ കൂടി പരാജിതരാകുന്നു. മനുഷ്യൻ ഒന്നാശിക്കുന്നു, ദൈവം മറ്റൊന്നു വരുത്തുന്നു. നിങ്ങളുടെ സാമർത്ഥ്യത്തെ പറ്റി മറക്കൂ. അഹങ്കാരവും അഹംഭാവവും നിങ്ങളെ സഹായിക്കുന്നില്ല. ഈ വാഗ്വാദം എല്ലാ വശങ്ങളെക്കുറിച്ചും 1 മണിക്കൂറിലധികം നടന്നെങ്കിലും സാധാരണ പോലെ ഒരു തീരുമാനത്തിലും എത്തിയില്ല. ഒടുക്കം മടുത്ത് ഞങ്ങൾക്ക് വാദം നിർത്തേണ്ടി വന്നു. ഇതിന്റെ എല്ലാം ഫലമായി എന്റെ മനഃശാന്തി നഷ്ടപ്പെടുകയും അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇത്തരം വാദത്തിന് പോകേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഞാനെന്ന ഭാവം കൊണ്ട് മാത്രമാണ് ചുരുക്കത്തിൽ വാഗ്വാദത്തിന് പോകുന്നത്. പിന്നീട് ഞങ്ങൾ മറ്റുള്ളവരോടൊപ്പം മസ്ജിദിൽ പോയപ്പോൾ ബാബ കാക്കാ സാഹേബ് ദീക്ഷിത്തിനോട് ഇപ്രകാരം ചോദിച്ചു: എന്താ സദേവാഡയിൽ നടന്നുകൊണ്ടിരുന്നത്? എന്തിനെ സംബന്ധിച്ചായിരുന്നു വാഗ്വാദം? എന്നിട്ട് എന്നെ തറപ്പിച്ചു നോക്കി ബാബ വീണ്ടും ചോദിച്ചു: ഈ ഹേമന്ത് പാന്ത് എന്തു പറയുന്നു? ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചുപോയി. മസ്ജിദ്, ഞാൻ താമസിക്കുന്നതും വാദം നടന്നതുമായ സദേവാഡയിൽ നിന്നും സാമാന്യം അകലെയാണ്. ബാബ അന്തര്യാമിയും അന്ധകരണങ്ങളുടെ നാഥനുമല്ലെങ്കിൽ എങ്ങനെ ഈ വാദത്തെ മനസ്സിലാക്കി? മർമ്മപ്രധാനവും ഭാവി സൂചകവുമായ സ്ഥാനപ്പേര്. എന്താണ് സായിബാബ എന്നെ ഹേമന്ത് പാന്ത് എന്ന് വിളിക്കാൻ കാരണം? ഈ പദം ഹേമാദ്രി പാന്ത് എന്ന
പേരിന്റെ ഒരു ചുരുക്കപ്പേരായി നാടൻ ഭാഷയിൽ പറഞ്ഞു വരുന്നതാണ്. ഈ ഹേമാദ്രി പാന്ത് യാദവ വംശത്തിൽപ്പെട്ട ദേവഗിരിയിലെ മഹാദേവ്, രാമദേവ് എന്നീ രാജാക്കന്മാരുടെ പ്രശസ്തനായ സജീവനായിരുന്നു. അദ്ദേഹം അഗാധ പണ്ഡിതനും സൽസ്വഭാവിയും ചതുർവർഗ്ഗ ചിന്താമണി, രാജപ്രശസ്തി എന്നീ മഹത് ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായിരുന്നു. പുതിയ തരം കണക്ക് സൂക്ഷിക്കുന്ന സമ്പ്രദായവും അദ്ദേഹം കണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചതാണ്. മോഡി എന്ന മറാത്തി ചുരുക്കെഴുത്ത് അദ്ദേഹം തുടങ്ങിവെച്ചതാണ്. അദ്ദേഹവുമായി താരതമ്യപ്പെടുത്തിയാൽ ഞാൻ നേരെ വിപരീതമായ മൂഢനും ബുദ്ധിശൂന്യനുമായ ഒരു വെറും സാധാരണക്കാരനാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു സംജ്ഞ എനിക്ക് തന്നതിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി അവഗാഢമായി ചിന്തിച്ചതിൽ ആ പേര് എന്റെ അഹംഭാവത്തിനെതിരായ ഒരു ശരമായിരുന്നുവെന്നും ഞാൻ സദാ ശാന്തനും എളിയവനുമായിരിക്കണമെന്ന് എന്നെ മനസ്സിലാക്കി തരുകയായിരുന്നുവെന്നും എനിക്ക് വെളിപ്പെട്ടു. കൂടാതെ വാഗ്വാദത്തിലുണ്ടായ എന്റെ സാമർഥ്യത്തെ അഭിനന്ദിക്കലുമായിരുന്നിരിക്കാം അത്. എന്നാൽ ഭാവി ചരിത്രം നോക്കുമ്പോൾ ബാബ ദാബോൽക്കർക്ക് ഹേമന്ത് പാന്ത് എന്ന സ്ഥാനപ്പേര് കൊടുത്തത് സമുചിതവും അർത്ഥവത്വമാണെന്ന് മാത്രമല്ല, ഭാവിയെ സൂചിപ്പിക്കലായിരുന്നു എന്നും വ്യക്തമാണ്. അദ്ദേഹം പിന്നീട് സായി സംസ്ഥാൻ വളരെ സമർത്ഥമായി ഭരിക്കുകയും കൃത്യമായും സത്യമായും കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തുവെന്നു മാത്രമല്ല, സായി സച്ചരിതം എന്ന ജ്ഞാനം, ഭക്തി, നിസ്സംഗം എന്നീ വിഷയങ്ങളെക്കുറിച്ചും ആത്മാർപ്പണം, ആത്മജ്ഞാനം എന്നിവയെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്ന ഒരു മഹത് ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. ഗുരുവിന്റെ ആവശ്യകതയെ പറ്റി ഇതിനെപ്പറ്റി ബാബ പറഞ്ഞതിനെ സംബന്ധിച്ച് ഹേമന്ത് പാന്ത് യാതൊരു കുറിപ്പോ മറ്റോ എഴുതി കാണുന്നില്ലെങ്കിലും കാക്കാ സാഹിബ് ദീക്ഷിത് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഹേമന്ത് പാന്തും സായി ബാബയും തമ്മിൽ മുൻപറഞ്ഞ സംഭാഷണം നടന്നതിന്റെ പിറ്റേന്ന് കാക്കാ സാഹിബ് ബാബയെ കണ്ട് ഷിർദിയിൽ നിന്നും മടങ്ങിപ്പോവാൻ അനുവാദം ചോദിച്ചു. ബാബ സമ്മതിച്ചു. അപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ ചോദിച്ചു, ബാബ എവിടെ പോകാനാണ്? ബാബ പറഞ്ഞു, ഉന്നതിയിലേക്ക്. അപ്പോൾ അപരൻ ചോദിച്ചു, എങ്ങനെയാണ് വഴി? ബാബ ഇപ്രകാരം പറഞ്ഞു, അവിടേക്ക് വളരെയേറെ മാർഗങ്ങളുണ്ട്. ഈ ഷിർദിയിൽ നിന്നും ഒരു മാർഗമുണ്ട്. വഴി ദുർഘടം പിടിച്ചതാണ്. മാർഗമധ്യത്തിലെ വനാന്തരങ്ങളിൽ പുലികളും ചെന്നായ്ക്കളുമുണ്ട്. അത് കേട്ട് കാക്കാ സാഹിബ് ചോദിച്ചു, പക്ഷേ ബാബ, ഒരു വഴികാട്ടിയെ ഞങ്ങൾ കൂടെ കൂട്ടിയാലോ? ബാബ അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു, എങ്കിൽ യാതൊരു വിഷമവുമില്ല. വഴികാട്ടി നിങ്ങളെ കുണ്ടുകളിൽ നിന്നും കുഴികളിൽ നിന്നും പുലികളിൽ നിന്നും ചെന്നായ്ക്കളിൽ നിന്നും അകറ്റി നേരെ ലക്ഷ്യത്തിലെത്തിക്കും. അത്തരം വഴികാട്ടിയില്ലെങ്കിൽ നിങ്ങൾ കാട്ടിൽ വഴിതെറ്റിപ്പോവാനോ അഗാധ ഗർത്തങ്ങളിൽ വീണുപോവാനോ സാധ്യതയുണ്ട്. ദാബോൽക്കർ ഈ അവസരത്തിൽ സന്നിഹിതനായിരുന്നു. ഗുരുവിന്റെ ആവശ്യകതയെക്കുറിച്ച് ബാബയുടെ ഖണ്ഡിതമായ അഭിപ്രായം ഇതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അന്ന് തൊട്ട് മനുഷ്യൻ സ്വതന്ത്രനോ പരാധീനനോ എന്നും മറ്റുമുള്ള വാഗ്വാദങ്ങൾ ആധ്യാത്മിക വിഷയങ്ങളിൽ അപ്രസക്തവും അനാവശ്യവുമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പരമാർത്ഥ തത്വം ഗ്രഹിപ്പാൻ ഗുരുപദേശം കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്നും അവതാര പുരുഷന്മാരായ ശ്രീരാമകൃഷ്ണന്മാർ പോലും ഗുരുക്കന്മാരായ വസിഷ്ഠൻ, സാന്ദീപനി എന്നിവർക്ക് വഴങ്ങിയിരുന്നുവെന്നും ആത്മബോധത്തിനും പുരോഗമനത്തിനും വേണ്ട ഒരേ ഒരു ഗുണം വിശ്വാസവും ക്ഷമയുമാണെന്നും ഹേമന്ത് പാന്തിന് മനസ്സിലാവുകയും അത് സായി സച്ചരിതം മൂലഗ്രന്ഥത്തിൽ 2-ാം അധ്യായം 191, 192 എന്നീ ശ്ലോകങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്.